സരസ്വതി FM കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ. സരസ്വതി FM-ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 മാർച്ച് 10, കൊല്ലവർഷം 1199, കുംഭം 26, ഞായറാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. വലിയതുറ കടൽപ്പാലം തകർന്നത് ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന നിർമ്മിതി. വ്യത്യസ്തമായ ഒരു വനിതാ ദിനാഘോഷം സരസ്വതിയിൽ. കാളിപ്പാറയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം നിലച്ചു. പാറശാലയിൽ കുടിവെള്ളം മുട്ടും. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആരോഗ്യ മുത്തുകളിൽ ക്യാൻസർ അല്ലാത്ത മുഴയെ കുറിച്ച് പറയുന്നു ഡോക്ടർ S.K. അജയകുമാർ. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക് സ്വന്തം. വാർത്തകൾ വിശദമായി. വലിയതുറ കടൽപ്പാലം തകർന്നത് ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന നിർമ്മിതി. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയതുറ കടൽപ്പാലം തൂണുകൾ തകർന്ന് രണ്ടായി പിളർന്നു. തിരുവിതാംകൂറിന്റെയും തിരുവനന്തപുരത്തിന്റെയും വാണിജ്യ വ്യാപാര മേഖലയുടെയും എഞ്ചിനീയറിംഗ് മികവിന്റെയും കഥ പറയുന്ന പൈതൃക നിർമ്മിതിയാണ് വലിയതുറ കടൽപ്പാലം. പാലം സംരക്ഷിക്കാൻ പല നടപടികളും സ്വീകരിച്ചെങ്കിലും ഫലവത്തായില്ല. അപകടാവസ്ഥയിലായതോടെ സന്ദർശനം നിരോധിച്ചതായി അറിയിപ്പ് വെച്ച് പാലം അടച്ചിട്ടു. വ്യത്യസ്തമായ ഒരു വനിതാ ദിനാഘോഷം. സരസ്വതിയുടെ വനിതാ ദിനാഘോഷം വ്യത്യസ്തത കൊണ്ട് വേറിട്ട് നിന്നു. നൃത്തം ഇഷ്ടപ്പെടുന്ന നൃത്ത അധ്യാപിക കൂടെയായ പ്രിയങ്കരിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സലൂജ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും മുതിർന്ന വനിതകൾ മൺചിരാതുകൾ തെളിയിച്ചു. തുടർന്ന് സരസ്വതിയിലെ മുതിർന്ന സീനിയറായ വനിതകളായ ശ്രീമതി ഉഷാകുമാരി, ശ്രീമതി ബിന്ദുലേഖ, ശ്രീമതി അമുദ എന്നിവരെ ആദരിച്ചു. കൂടാതെ സ്റ്റാഫ് അംഗങ്ങൾക്കായി ഡയറ്റീഷ്യൻ ശ്രീമതി സരിതയുടെ നേതൃത്വത്തിൽ സൂംബ ഡാൻസ് പരിശീലനം അന്നേ ദിവസം ആരംഭിച്ചു. രാവിലെയും വൈകുന്നേരവും സ്റ്റാഫ് അംഗങ്ങൾക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. കാളിപ്പാറയിൽ നിന്നുള്ള കുടിവെള്ള വിതരണം നിലച്ചു. പാറശാലയിൽ കുടിവെള്ളം മുട്ടും. പാറശാല മേഖലയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി അവതരിപ്പിച്ച കാളിപ്പാറ പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കാതെ വരുന്നതോടെ പാറശാല മേഖലയിൽ വരും ദിവസങ്ങളിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കൊല്ലങ്കോട് ഇളമ്പാലമുക്ക് മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവത്തിന്റെ ഭാഗമായി സരസ്വതി ആശുപത്രിയുടെ നേതൃത്വത്തിൽ അജിത് ഫാൻസ് അസോസിയേഷന്റെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ജനറൽ മെഡിസിൻ സേവനം, ECG, പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധന, സൗജന്യ മരുന്ന് വിതരണം എന്നിവ ക്യാമ്പിൽ ലഭ്യമായിരുന്നു. ഡോക്ടർ അക്ഷയ്, മിസസ് സരിത എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കായികം. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യക്ക് സ്വന്തം. എതിരാളികളെ അടിച്ചൊതുക്കി വിജയം നേടുന്ന ബാസ് ബോൾ ശൈലിയുമായി എത്തിയ ഇംഗ്ലണ്ടിനെ നാണം കെടുത്തി രോഹിത് ശർമ്മയും സംഘവും. യുവ ബാറ്റിംഗ് നിരയും പരിചയ സമ്പത്തുള്ള ബൗളിംഗ് നിരയും സമം ചേർന്ന് രോഹിത് മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ 5 ടെസ്റ്റുകളുടെ പരമ്പര 4-1 ആതിഥേയർക്ക് സ്വന്തമായി. ധരംശാലയിൽ നടന്ന 5ാം ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 64 റൺസിനുമാണ് ഇന്ത്യ ജയിച്ചത്. ആരോഗ്യ മുത്തുകളിൽ ക്യാൻസർ അല്ലാത്ത മുഴയെ കുറിച്ച് പറയുന്നു ഡോക്ടർ S.K. അജയകുമാർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്തനങ്ങളിൽ അഥവാ ബ്രസ്റ്റിൽ ഉണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത ഒരു മുഴയെ കുറിച്ചാണ്. ഏകദേശം 30-35 വയസ്സോളമുള്ള സ്ത്രീകൾക്ക് 2 മാറിലും കല്ലിപ്പ് പോലെയും കൊച്ചു മുഴകളായും കാണപ്പെടുന്ന ഫൈബ്രോ അഡിനോസിസ് എന്ന രോഗം പലപ്പോഴും സ്ത്രീകളിൽ വളരെയധികം ഉത്കണ്ഠയും ഭയവും ഉണ്ടാക്കുന്നു. ഈ അസുഖം ശരീരത്തിലെ ഹോർമോണുകളുടെ വ്യതിയാനം മൂലം ബ്രസ്റ്റിലുണ്ടാകുന്ന ക്യാൻസർ അല്ലാത്ത ഒരു പ്രതിഭാസമാണ്. ആർത്തവത്തോടനുബന്ധിച്ച് ബ്രസ്റ്റുകളിൽ പെയിൻ വരിക, ബ്രസ്റ്റിലെ മുഴകളിൽ വ്യത്യാസം വരിക, ആർത്തവം കഴിഞ്ഞു കഴിയുമ്പോൾ ലക്ഷണങ്ങൾ കുറയുക, 2 ബ്രസ്റ്റിൽ കല്ലിപ്പ് വരിക, മുലക്കണ്ണിൽ നിന്നും ഇളം പച്ച നിറത്തിലോ വെള്ളം പോലെയുള്ള ദ്രാവകം അല്പാൽപമായി വരിക, വേദന ഉണ്ടാവുക, ഇതൊക്കെയാണ് ഫൈബ്രോ അഡിനോസിസിന്റെ ലക്ഷണങ്ങൾ. ഇത് ക്യാൻസർ ആകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ക്യാൻസർ മുഴകൾ സാധാരണയായി ഒറ്റ മുഴയായിട്ട് ഒരു ബ്രസ്റ്റിലാണ് വരിക. വേദന ഉണ്ടാകാറില്ല.
മുഴ നല്ല കട്ടിയുള്ള പാറക്കല്ല് പോലെ ഉള്ളതായിരിക്കും. ഒരു രോഗിക്ക് മുലക്കണ്ണ് പ്രായം ആയതിനു ശേഷം ഉള്ളിലേക്ക് വലിയുകയോ അതിൽ നിന്നും രക്തം കലർന്ന സ്രവം വരികയോ ഒക്കെ ചെയ്താൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാവാം. എന്നാൽ മേൽപ്പറഞ്ഞ ഫൈബ്രോ അഡിനോസിസ് ക്യാൻസറുമായി ഒരു ബന്ധവും ഇല്ല. അനാവശ്യമായ ഭീതി ഒഴിവാക്കുക. മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മാമോഗ്രാം എന്ന ടെസ്റ്റും ഒരു FNACയും ചെയ്താൽ 100% അത് കുഴപ്പമില്ലാത്തതായി ഉറപ്പുവരുത്താം. നന്ദി, നമസ്കാരം. നാളത്തെ പ്രധാന OP വിവരം. ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ രാവിലെ 9 മുതൽ 12 വരെ. ഡോക്ടർ സതീഷ് 3 മുതൽ 5 വരെ. ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയകുമാർ 10 മുതൽ 12 വരെ. വൈകിട്ട് 4 മുതൽ 6 വരെ. ഗാസ്ട്രോ എൻട്രോളജി ഡോക്ടർ അജിത് കെ നായർ ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. നെഫ്രോളജി ഡോക്ടർ വിഷ്ണു 3 മുതൽ 4 വരെ. പൾമണോളജി ഡോക്ടർ സന്ദീപ് 3 മുതൽ 5 വരെ. പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ 10 മുതൽ 1 വരെ. ഡോക്ടർ ഷെബിൻ വൈകിട്ട് 6:30 മുതൽ 7:30 വരെ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9072442098. സരസ്വതി FM കേൾക്കൂ, സമ്മാനം നേടൂ. ഇന്നത്തെ ചോദ്യം: സരസ്വതി ആശുപത്രി ഡയബറ്റിക് രോഗികൾക്കായി തുടങ്ങിയിരിക്കുന്ന 3 പദ്ധതികളുടെ പേര് പറയുക. ഉത്തരം യൂട്യൂബിൽ കമന്റായി ഇടൂ. സമ്മാനം നറുക്കെടുപ്പിലൂടെ. സരസ്വതി FM, കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ.